രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ ഒരു മാറ്റം വരണം എന്നുള്ളതും അത് മാറ്റം വരണോ വരണ്ടേ എങ്ങനെയാണ് വരേണ്ടത് ഇതെല്ലാം ഞങ്ങൾ ആലോചിച്ച സമയത്ത് പ്രഖ്യാപിക്കും. സാധാരണ അങ്ങനെയാണല്ലോ പണ്ടൊക്കെ. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ ഒന്നും ഓർത്തിട്ടില്ലല്ലോ. ഇതിനിടയ്ക്ക് ഞങ്ങൾ പ്രഖ്യാപിക്കേണ്ടതില്ലല്ലോ. ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു പെർഫോമൻസിനെ എങ്ങനെ കാണുമോ? കേന്ദ്ര സർക്കാരിന്റെ ഇപ്പം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഒരു പെർഫോമൻസ് എങ്ങനെ കാണുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് വാക്ക് വെറുതെ ആക്കുന്നില്ല. ഓരോ സന്ദർഭം നോക്കി ആ സമയത്ത് ഞങ്ങൾ പറയേണ്ടത് ആണെങ്കിൽ പറയും. ഈ രാജ്യത്ത് പലയിടത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വ്യവസ്ഥകളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ പലയിടങ്ങളിലും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനോടുള്ളൊരു നിലപാട് എന്താണ്? ഇപ്പൊ നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ സർക്കാരും എന്ത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നു. അല്ലാതെ അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നയവും ഞങ്ങളുടെ രീതിയും ഇതാണ്. ഗവൺമെൻറ്റിനോട് പറയേണ്ടത് ഗവൺമെൻറ്റിനോട് പറയും, ജനങ്ങളോട് പറയേണ്ടത് ജനങ്ങളോട് പറയും. തക്ക സമയത്ത് പറയുക എന്നതാണ്. അതിന് മുമ്പായിട്ട് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? അതൊന്നും എന്തെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞതിൽ പെട്ടല്ലത്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ, മാറ്റം വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആളുകൾ ഉദ്ദേശമായി തന്നെ ആയിക്കൊള്ളുന്നില്ലല്ലോ. ഞങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പിന്നീട് ആലോചിച്ച് പ്രഖ്യാപിക്കും. പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് വീണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. എന്താണ് അതിനോട് പൗരത്വ നിയമത്തിന് വളർന്ന് പറഞ്ഞ നിലപാട് മാറ്റമല്ല. എനിക്ക് കോടതിയിലും അല്ലാതെയും എല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിലുമൊക്കെ നമ്മുടെ നിലപാട് ഉപയോഗിച്ചുകൊണ്ട് അയാൾ കൊടുത്തിട്ടുള്ളത് അവിടെ നിലവിലുണ്ട്. ഇനി പുതുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഈ 10 വർഷത്തെ ഭരണം തൃപ്തികരമായിട്ട് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ 10 വർഷത്തെ കേന്ദ്രം 10 വർഷമായപ്പോ അതൊന്നും ഇപ്പോൾ പറയേണ്ടതല്ല. ഉസ്താദ് പല തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടും വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാട് പറയാറുള്ളതാണ്. പല തെരഞ്ഞെടുപ്പിന് മുമ്പും കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാട് പറയാറുള്ളതാണ്. അപ്പൊ അത് പലപ്പോഴും UDF അനുകൂലവും ആകാറില്ല. അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോഴും പറയാൻ സമയം വരുമ്പോൾ പറയും. അല്ല, മുൻ തെരഞ്ഞെടുപ്പുകളിൽ എടുത്ത ഒരു LDF അനുകൂല നിലപാട് സംതൃപ്തി ഉണ്ടോ? ഞങ്ങളങ്ങനെ മുൻ തെരഞ്ഞെടുപ്പിൽ LDF-നെ വിജയിപ്പിക്കണമെന്ന് പ്രഖ്യാപനം ചെയ്തിട്ടില്ലല്ലോ. ചില മണ്ഡലങ്ങളിൽ ചിലരെ തോൽപ്പിക്കണം എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരിക്കാം. പഴയകാലത്തൊന്നും പറയും ഇപ്പൊ പറയാനായിട്ടില്ല എന്നല്ലേ പറഞ്ഞു. ആരെല്ലാം വരുന്നതെന്ന് അറിഞ്ഞില്ലല്ലോ. ചിത്രം വരട്ടെ ശരിക്കും പ്രഖ്യാപിച്ചില്ലെങ്കിൽ LDF-ന്റെ ഒക്കെ ഏതാണ്ട് ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നേ ഉള്ളൂ. എത്രയോ മാറുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് രൂപം മാറി വരാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചിത്രം ഒന്ന് ശരിക്കും വന്നതിന് ശേഷം പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഒന്ന് പഠിച്ച് പറയണം. ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങൾ പണ്ഡിത സഭയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവുമല്ലോ. അതിലിപ്പോ ഇനിയും ആലോചിക്കേണ്ടതുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് ദോഷമല്ലാത്തത് ചെയ്യണമെന്ന് ഞങ്ങൾ ചർച്ചയിലും പ്രമേയത്തിലും എല്ലാം ഉണ്ട്. അത് ഏതെല്ലാം രീതിയാണ് ഇപ്പോൾ ഞാൻ പിന്നീട് പറയാറുള്ളത്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം മാത്രമൊന്നുമല്ലല്ലോ, വേറെ ന്യൂനപക്ഷം ഉണ്ടല്ലോ. ഇന്നിപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ പാസ്സാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെന്നും അത് അകറ്റണമെന്നും
ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച പ്രമേയമുണ്ട് ആ വിഷയത്തിൽ. അപ്പൊ ആ വിഷയം കൊണ്ട് പറയുന്നുണ്ടല്ലോ നമ്മള്. ഒരു ആശങ്ക നിലനിൽക്കുന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ആ കോപ്പി എല്ലാവരും അറിയുന്ന കാര്യങ്ങളാണല്ലോ, എല്ലാവർക്കും അറിയുന്ന ആശങ്ക എന്ന് പറയുന്നത് എല്ലാവരും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ട്. അപ്പൊ ആശങ്ക ഒരു ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമാണ്. അപ്പൊ അതിലൊരു മാറ്റം അതുകൊണ്ടാണ് പരിഹരിക്കണം ഇപ്പൊ ഗവൺമെന്റിനോട് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പൊ അതൊരു പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിൽ ഏത് രൂപത്തിൽ എന്നുള്ളത് ഇലക്ഷനോട് അടുപ്പിച്ചിട്ട് ഔദ്യോഗിക നേതൃത്വം പറയും. അതിപ്പം പറയാനായിട്ടില്ല എന്നാണ്. കാരണം ഇലക്ഷന് മുമ്പ് അറിയിക്കുന്ന ടൈമിൽ സ്ഥാനാർത്ഥി ആരാണെന്നോ തെരഞ്ഞെടുപ്പിന്റെ രീതി എങ്ങനെയാണെന്നോ ഒന്നും വ്യക്തമായിട്ടില്ലല്ലോ. നമ്മളിപ്പോ പറഞ്ഞ വെറുതെ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയേണ്ടി വരും. അതല്ല, ഇപ്പൊ കേന്ദ്രം എടുത്താൽ NDA എന്നുള്ളൊരു മുന്നണി, ഇപ്പുറം ഇന്ത്യ എന്നുള്ളൊരു മുന്നണി, രണ്ട് മുന്നണികളുടെ ഇടയിൽ നിന്നൊരു ഓപ്ഷൻ ഇപ്പോഴും സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. അതല്ല, ഈ മുന്നണികൾ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്. ഓരോ മുന്നണിയിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, അല്ലേ? ഇന്ത്യ മുന്നണിയിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ട് NDA ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഇനി മാറാം. അവസാനം എവിടെ എത്തും നമ്മൾ കുറച്ചുകൂടി നോക്കാൻ നല്ലത് ഇപ്പോഴൊന്നും പറയാതിരിക്കാനാണ്. ഈ സുന്നി ഐക്യം യാഥാർത്ഥ്യവും അങ്ങനെ തന്നെ ഈ ഐക്യത്തിന് വേണ്ടി ഒരു മുൻകൈ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. സുന്നി ഐക്യം എല്ലാ സംഘടനകളും ഒരുമിച്ച് ഇലക്ഷനെ ബന്ധപ്പെട്ടതല്ല, അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടതല്ല. സുന്നി ഐക്യം വേണ്ടതാണെന്ന് ഞങ്ങളെപ്പോഴും പറയുന്നുണ്ട്, അതിനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. പൊളിറ്റിക്കലിയും ഒരു സുന്നി ഐക്യം വേണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? രാഷ്ട്രീയപരമായിട്ടും ഒരു സുന്നി ഐക്യം വേണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? അത് വേണമെന്നില്ല. സുന്നി ഐക്യം ഉണ്ടാകുമ്പോൾ അവർ തീരുമാനിക്കുമല്ലോ പിന്നെ രാഷ്ട്രീയപരമായിട്ട് നമ്മളെന്ത് കൈക്കൊള്ളണമെന്ന്. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടാൽ ഇപ്പോൾ സുന്നി ഐക്യം ഉണ്ടാവാൻ പ്രയാസമാവും. രാഷ്ട്രീയമായി സംഘടിക്കാൻ വേണ്ടിയാണ് സുന്നി ഐക്യം വേണമെന്ന് പറയുന്നത്. അത് ആക്ഷേപിച്ച് പിന്നെ സുന്നി ഐക്യം ഉണ്ടാവില്ലല്ലോ. ഈ കേന്ദ്ര സർക്കാരിന്റെ പല നിലപാടുകളിലും മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ പരസ്യമായി തന്നെ പറയുകയും പല പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോ അത്തരം ഒരു ശക്തമായൊരു പ്രതികരണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ലാത്തത്? മറ്റുള്ളവർ പറയുന്ന പോലെ നമ്മൾ പറയുന്നില്ലേ, ഉണ്ടല്ലോ. ഞങ്ങളുടെ പ്രധാനപ്പെട്ട സഭകള്, ഞങ്ങളുടെ ബോഡികളിലൊക്കെ ഇതിന്റെ പ്രമേയങ്ങളും നിവേദനങ്ങളും വരുന്നു, കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഇതിന്റെ അവരും ചെയ്യുന്നുള്ളൂ. പ്രമേയത്തിനപ്പുറം പരസ്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയോ അല്ലെങ്കിൽ അത് ആവശ്യ സമയത്തൊക്കെ പറയുന്നുണ്ടല്ലോ. പറയാതെ വരുമ്പോഴതാണല്ലോ പറയാതെ പോയിട്ടില്ല മാധ്യമങ്ങളിൽ വരുന്നത്. ഓരോ വിഷയങ്ങളും വരുമ്പോൾ പ്രായോഗികമായ രൂപത്തിൽ പറയാന്നുള്ളതാണ്. ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ വിവേകപരമായ സമീപനം സ്വീകരിക്കാന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ സമസ്തകളുടെ ജമിയത്തുലമ ഞങ്ങൾ എത്രയോ ശക്തിപ്പെട്ട് കേരളത്തിലാകെ അതിൻ്റെ മെമ്പർമാരും പ്രവർത്തകന്മാരും ധാരാളം വർദ്ധിച്ചു വരുന്നത് ഞങ്ങൾ ഈ ഒച്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടുണ്ടാക്കി തമ്മിലടിയുണ്ടാക്കിയാൽ നമ്മളെ പ്രസ്ഥാനം വളരില്ല.